റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. KPCC DCC പുനഃസംഘടന അനിശ്ചിതത്വത്തിൽ. നേതാക്കളുടെ കടുംപിടുത്തത്തെ തുടർന്ന് ചർച്ചകൾ വഴിമുട്ടി. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട് നേതൃമാറ്റത്തിൽ തർക്കം തുടരുന്നു. നേതാക്കളുമായി ചർച്ചകൾ തുടരുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഒരാഴ്ചയ്ക്കകം അന്തിമ പട്ടിക തയ്യാറാക്കാനുള്ള നീക്കമാണ്. അതേസമയം ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ആർ റോഷിപാലും നോബിൾ മാരിക്കാരനും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ആർ റോഷിപാലിലേക്ക്. റോഷിപാൽ, നിലവിൽ പ്രതിസന്ധിയാകുന്നത് പലരുടെയും താല്പര്യങ്ങളാണ്. നേതാക്കൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട് ഇവിടെയൊക്കെ നേതാക്കൾ പല പേരുകളിൽ ഇങ്ങനെ പ്രിയപ്പെട്ടവരുടെ പേരുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അതെങ്ങനെയാണ് സണ്ണി ജോസഫിനെ മറികടക്കാൻ കഴിയുക? സുജയ പാർവതി, കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പുനഃസംഘടന പൂർത്തിയാക്കുന്നത്. കാരണം DCC KPCC പുനഃസംഘടന ചർച്ചകൾ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. പക്ഷേ ഇപ്പോഴും ആ ചർച്ചകൾ പൂർത്തിയാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഓരോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കളുടെ പേരുകൾ നിർദ്ദേശിച്ചതാണ് ഈ ചർച്ചകൾ വഴിമുട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ മാറ്റാൻ പാടില്ലെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അതേ തന്നെ പാലക്കാടും സമാനമായ നിർദ്ദേശം വരുന്നു. അതേസമയം തിരുവനന്തപുരത്താകട്ടെ ഒന്നിൽ കൂടുതൽ നേതാക്കൾ അവകാശവാദവുമായി രംഗത്തുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നോമിനിയായി ചെമ്പഴന്തി അനിലുണ്ട്, KC വേണുഗോപാലിന്റെ പ്രതിനിധിയായി മണക്കാട് സുരേഷുണ്ട്, T ശരത്ചന്ദ്ര പ്രസാദുണ്ട്. ഇനി അതൊന്നും വേണ്ട, N ശക്തൻ തുടരട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങിയ നൂലാമാലകളാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടനയ്ക്ക് വലിയ വഴിമുട്ടലായി മാറുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ നിലവിലെ നേതൃത്വം സണ്ണി ജോസഫ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ് അടക്കമുള്ളവർ തിരക്കിട്ട് എങ്ങനെയെങ്കിലും ഈ ചർച്ചകൾ പൂർത്തിയാക്കി ഒറ്റപ്പേരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ഇത് ഹൈക്കമാൻഡ് കൈമാറണം. ഹൈക്കമാൻഡാണ് നേതാക്കളുടെ പേരുകൾ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തേണ്ടത്. ഇനിയും ചർച്ച വൈകിപ്പിച്ചാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. കാരണം കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫിനെ പ്രഖ്യാപിച്ചിട്ട് മാസങ്ങൾ കഴിയുന്നു. കമ്മിറ്റി പൂർണ്ണ സജ്ജമായി പ്രവർത്തനക്ഷമമാകണമെങ്കിൽ അവരുടെ സഹഭാരവാഹികൾ കൂടെ വരണം. ജംബോ കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. 80-ലേറെ പേർ വരുന്ന സെക്രട്ടറിമാർ, അതിനൊപ്പം തന്നെ 51 അംഗ ഭാരവാഹികൾ, ഇങ്ങനെ തുടങ്ങിയ ഒരു 100-ലേറെ വരുന്ന കമ്മിറ്റിയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അതിലുള്ള ചർച്ചകളാണ് ഇപ്പോഴും തുടരുന്നത്. സുജയ. ഓക്കെ റോഷിപാൽ, നമുക്ക് ദില്ലിയിലേക്ക് കൂടി ഒന്ന് പോകാം. നോബിൾ മാരിക്കാരൻ, ഹൈക്കമാൻഡ് ഇതൊന്നും കാണുന്നില്ലേ? എത്ര കാലം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? ഇടപെടുമോ? ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകും. പക്ഷേ അപ്പോഴും സംസ്ഥാനത്ത് തന്നെ ഇതിൽ നേതൃത്വം ഒരു സമവായം ഉണ്ടാക്കണം എന്ന നിലപാട് തന്നെയായിരിക്കും ഹൈക്കമാൻഡ് പറയാൻ പോകുന്നത്. നേരത്തെ ഈ മാസം 11 കൂടി തന്നെ ഈ പട്ടിക നൽകും എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ എങ്കിൽ പോലും പട്ടിക നൽകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, വലിയ തർക്കം പല ജില്ലകളും തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ തർക്കം എത്രയും വേഗം പരിഹരിക്കാൻ അന്ന് ദീപാദാസ് മുൻഷി അടക്കം നേതൃത്വത്തിൽ നിരവധി ചർച്ചകൾ, പ്രത്യേകിച്ച് ദില്ലിയിൽ കേരള ഹൗസ് കേന്ദ്രീകരിച്ചൊക്കെ മാരത്തൺ ചർച്ചകൾ തന്നെ നടന്നിരുന്നു. പക്ഷേ അതിലൊന്നും സമവായം ഉണ്ടാക്കാൻ കഴിയാത്തതാണ് വലിയ തരത്തിൽ ഇപ്പോൾ പ്രതിസന്ധിയായിരിക്കുന്നത്. അതിൽ കടുത്ത അതൃപ്തി ഹൈക്കമാൻഡ് ഉണ്ട്. കാരണം ഒരു സമവായം ഉണ്ടാക്കി എത്രയും വേഗം പുനഃസംഘടന പൂർത്തിയാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോവുക എന്തായിരുന്നു ഹൈക്കമാൻഡ് ഇതിൽ കണ്ടിരുന്ന ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരളം പോലെ വളരെയധികം പ്രതീക്ഷ സംസ്ഥാനത്തെ കോൺഗ്രസിൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഭരണം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷ ഹൈക്കമാൻഡിന് ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. ആ പശ്ചാത്തലത്തിൽ ഒരു കല്ലുകടിയും ഇല്ലാതെ പൂർത്തിയാക്കണം എന്തായിരുന്നു നിലപാട്. പക്ഷേ അതിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, പല പേരുകളും, പല ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ പേരുകളും മുന്നോട്ട് വെച്ചിരിക്കുന്നതിൽ ആ പേരുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയോ നേരിടാൻ പ്രാപ്തമല്ല എന്നൊരു വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡിന് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് എത്രയും വേഗം പട്ടിക മടക്കി അയച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ എത്തിയപ്പോൾ KC വേണുഗോപാലുമായി അടക്കം അവസാന കൂടിക്കാഴ്ചകൾ നടത്തിയപ്പോഴും ഈ കൂടിക്കാഴ്ച സമവായം ഉണ്ടാകാതെ പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഏറ്റവും അധികം തർക്കം നിലനിന്നത് തിരുവനന്തപുരം ജില്ലയെ കേന്ദ്രീകരിച്ചാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ തലസ്ഥാന ജില്ല പിടിക്കാൻ നേതാക്കൾക്കിടയിൽ ഒരു കടുത്ത മത്സരം ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ ഹൈക്കമാൻഡ് ഒരുപക്ഷെ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിൽ രംഗത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്താണെങ്കിലും ആ സാഹചര്യത്തിലേക്ക് എത്താതെ തന്നെ എത്രയും വേഗം ചർച്ചകൾ തീർക്കണം എന്ന നിലപാട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ അതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം സാധ്യതകളെ മങ്ങിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്. അതുമാത്രമല്ല, MP-മാർ എടുത്ത പല നിലപാടുകളും ഇതിൽ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തൽ കൂടി എന്താണെങ്കിലും ഉണ്ട്. കാരണം MP-മാർ പല ആളുകളും, പ്രത്യേകിച്ച് പല ജില്ലകളിലും പല പേരുകൾ പറയുകയും ഒന്നിലധികം MP-മാർ പ്രതിദാനം ചെയ്യുന്ന ജില്ലകളിൽ MP-മാർക്കിടയിൽ പോലും ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ എന്താണെങ്കിലും വായിച്ചെടുക്കുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി തന്നെയാണ് ഉള്ളത്. കാരണം അതിവേഗം പൂർത്തിയാക്കാൻ നേരത്തെ സണ്ണി ജോസഫ്
ദില്ലിയിൽ എത്തിയപ്പോൾ അദ്ദേഹം നൽകിയ നിർദ്ദേശം എത്രയും വേഗം പുനഃസംഘടന പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു. അത് പൂർത്തിയാക്കാൻ കഴിയാത്തത് ഒരു തിരിച്ചടിയായി തന്നെയാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. അത് നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയരാനുള്ള തർക്കങ്ങൾ സാധ്യത പരിഹരിച്ച് പട്ടിക നൽകണം എന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ തർക്കം തുടരുകയാണ്, ചർച്ചകളും തുടരുന്നു. സണ്ണി ജോസഫ് ഒരു പരിഹാരം ഉണ്ടാക്കുമായിരിക്കും അല്ലേ? നമുക്ക് അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ആ പ്രതീക്ഷയോട് കൂടി തന്നെ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം.